ഹലോ ഡിയേഴ്സ്, ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഫ്രോക്കിന് അല്ലെങ്കിൽ സ്കേർട്ടിന് ഒരു 3-4 ലെയറൊക്കെ മെറ്റീരിയൽ വരുന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്കത് ഒന്നിച്ച് ഫ്രില്ലിട്ടെടുക്കാമെന്നാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു 3 മെറ്റീരിയൽ, അതായത് നമുക്ക് ക്രേപ്പിൻ്റെ ലൈനിങ് വരുന്നുണ്ട്, സാറ്റിൻ പീസ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ നെറ്റ് വരുന്നുണ്ട്. നെറ്റ് ഡബിൾ ലെയറാണ് വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ 4 പീസ് ഒന്നിച്ച് പിടിച്ച് നമുക്ക് ഫ്രില്ലിട്ടെടുക്കണം സ്കേർട്ടിൻ്റെ പോർഷന്. അപ്പോൾ ബോഡിയുടെ ആ ഒരു വിഡ്ത്ത് വരുന്നുണ്ടല്ലോ, ആ വിഡ്ത്ത് കണക്കാക്കി ഞാനിവിടെ ഒരു പീസ് പേപ്പർ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. 16 ഇഞ്ചാണ് ആ ബോഡിയിലെ വേസ്റ്റ് വിഡ്ത്ത് വരുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് സീം അലവൻസ് അതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ 2 സൈഡിലും 1.5 ഇഞ്ച് സീം അലവൻസ് ഞാൻ മാർക്ക് ചെയ്തു. നടുക്കായിട്ട് ഒരു വീനോച്ചും കൊടുത്തിട്ടുണ്ട് ആ പേപ്പറിൻ്റെ സെൻറ്ററിലായിട്ട്. അപ്പോൾ ആ പേപ്പറിൻ്റെ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന വീനോച്ചിലേക്ക് ഈ തുണി, ഈ 4 ലെയർ മെറ്റീരിയൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് 4ഉം ആദ്യം നമ്മൾ ഒന്നിച്ച് പിടിച്ചൊരു സ്റ്റിച്ചിങ് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ കൊടുത്തിരിക്കുന്ന ആ വീനോച്ച് ഈ പേപ്പറിൻ്റെ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന വീനോച്ചുമായിട്ട് നമ്മൾ യോജിപ്പിച്ച് കൊടുത്തു. ഇനി ആ തുണിയുടെ തുമ്പിലായിട്ട് അരികിലായിട്ട് നമുക്ക് 1.5 ഇഞ്ച് സീം അലവൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ സീം അലവൻസും ഈ പേപ്പറിന് 1.5 ഇഞ്ച് സീം അലവൻസ് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നു, അതും കൂടി ഒന്ന് യോജിപ്പിച്ചു. ഇനി അതിൻ്റെ ഇടയിൽ വരുന്ന ഈ 2 ഇപ്പം നമ്മൾ കൊടുത്ത സ്റ്റിച്ചിൻ്റെയും ഇടയിൽ വരുന്നൊരു ഗ്യാപ്പ് വരുമല്ലോ, ആ ഗ്യാപ്പ് ഈ കാണുന്ന രീതിയിൽ ഒന്ന് ഞാൻ ഗ്യാദേഴ്സ് ഇട്ടെടുക്കുകയാണ്. ചെറിയ ചെറിയ ഗ്യാദേഴ്സാണ് നമ്മൾ ഇട്ടെടുക്കുന്നത്. നമുക്ക് നൂലിട്ട് വലിക്കുന്ന രീതിയിൽ കാണുന്ന ഒരു ഗ്യാദേഴ്സാണ് ഇവിടെ ഞാൻ കൊടുത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ 2 സൈഡിലും 1.5 ഇഞ്ച് സീം അലവൻസും സെൻറ്ററിൽ സിബിനുള്ള ഒരു ഗ്യാപ്പുമായിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ബാക്ക് പോർഷനാണ്. അപ്പോൾ ഇത്രയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ആ പേപ്പർ പീസ് ഉണ്ടല്ലോ, അതങ്ങ് ഞാൻ റിമൂവ് ചെയ്യാണ്. റിമൂവ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് റിമൂവ് ചെയ്താൽ മതി. ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ വല്ലാതെ ശ്രദ്ധയൊന്നും കൊടുക്കണ്ട കേട്ടോ, അത് നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാം. ഇനി വൈറ്റ് ഷീറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ന്യൂസ് പേപ്പറിൻ്റെ പീസാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇത് ഫ്രണ്ട് പോർഷനിലേക്കുള്ള പീസാണ് ഇങ്ങനെ ഗ്യാദേഴ്സ് ഇട്ടെടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടോ, ആ ഒരു 1 ഇഞ്ച് വീതി ആ ഒരു പീസിനുള്ളൂ. അതിൻ്റെ ആ ഒരു നമ്മുടെ വേസ്റ്റിൻ്റെ വിഡ്ത്ത് എത്രയാണോ അത് കണക്കാക്കി നമുക്കവിടെ ആ പീസിൻ്റെ ലെങ്ത്ത് കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ ഈ ഗ്യാദേഴ്സ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. വെരി സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം കാണാം നമുക്ക്.